ഇവരെ മനസ്സിലായോ? ഈ കടലിൽ കുളിക്കുന്നവരെ കഴിഞ്ഞ 2 ദിവസം ഇവർ കടലിലായിരുന്നില്ല. എവിടെയായിരുന്നു എന്നല്ലേ? അതൊന്ന് കണ്ടുവരാം. അതെ, അവർ തന്നെ. ജോയി വീണുപോയ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് എല്ലാം മറന്ന് ഇറങ്ങി മുങ്ങിത്തപ്പിയ ഈ സംഘം. പകർച്ചവ്യാധിയും എലിപ്പനിയും എല്ലാം പിടിപെടാൻ സാധ്യതയുള്ള രക്ഷാപ്രവർത്തനം, ജീവൻ തന്നെ പണയം വെച്ചുള്ളത്. ശനിയാഴ്ച രാവിലെ 11 മുതൽ തിങ്കളാഴ്ച രാവിലെ ജോയിയുടെ മൃതദേഹം കിട്ടുന്നതുവരെ അതിദുർഘടമായ രക്ഷാപ്രവർത്തനത്തിലായിരുന്നു ഇവരെല്ലാം. വൈകിട്ട് 4 മണിയോടെ 40 അംഗ സംഘം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെത്തി. വിദഗ്ധ പരിശോധനയും ചികിത്സയും വേണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് എത്തിയത്. ത്വക്ക് രോഗ വിഭാഗത്തിലും ENT-യിലുമെല്ലാം പരിശോധന നടത്തി. മാലിന്യം നിറഞ്ഞ വെള്ളം കയറിയ ചെവിയും മൂക്കുമെല്ലാം വിശദമായി ഡോക്ടർമാർ പരിശോധിച്ചു. പ്രതിരോധ ഗുളികകൾ നൽകി. പിന്നാലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു സീ ബാത്ത് വേണമെന്ന്. ബസ്സിൽ കയറി നേരെ കോവളത്തേക്ക്. കടൽക്ഷോഭമായതിനാൽ കടലിൽ ഇറങ്ങരുതെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ഇവർക്ക് വേണ്ടി കുറച്ചു സമയം ടൂറിസം വകുപ്പ് അനുവദിച്ചു. എല്ലാവരും നന്നായി കുളിച്ചു, സന്തോഷത്തോടെ മടങ്ങി. ജനറൽ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കണ്ടിട്ട് വരിക. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അവിടുത്തെ ഡോക്ടറുടെ സജഷൻ പ്രകാരമാണ് നമ്മൾ ഇവിടെ കടലിൽ സീ ബാത്തിന് വേണ്ടിയിട്ട് വന്നത്. ഇത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അത് പക്ഷേ ഇപ്പം കടൽ പ്രക്ഷുബ്ധമാണ്. പക്ഷേ എങ്കിലും അവർക്കൊരു 5 മിനിറ്റ് സമയം തന്നിട്ടുണ്ട്. സമയം കൂടുതലാവാതെ പെട്ടെന്ന് കയറണം എന്നുള്ളതുണ്ട്. പക്ഷേ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ടൂറിസം വകുപ്പ് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വന്നത്. ജോയിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും മനുഷ്യരുടെ മാലിന്യം പേറുന്ന മൂക്കുപൊത്താതെ അതുവഴി നടക്കാൻ പോലും പറ്റാത്ത ആമയിഴഞ്ചാനിൽ ഇവർ 2 ദിവസം മുങ്ങിത്തപ്പി. കടൽ കുളിയും കഴിഞ്ഞ് സന്തോഷത്തോടെ മടക്കം. പ്രിയ പോരാളികളെ, നിങ്ങൾക്ക് റിപ്പോർട്ടറിൻ്റെ അഭിനന്ദനങ്ങൾ. ഒപ്പം ഓരോ മനുഷ്യരുടെയും. ശരിക്കും ഇവരെയാണ് ആദരിക്കേണ്ടത്. പുരസ്കാരങ്ങൾ കൊടുക്കേണ്ടതും ഇവരെ പോലെയുള്ളവർക്കാണ്. ജോയി എന്ന മനുഷ്യൻ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് വീണു എന്ന് കേട്ടപ്പോൾ തന്നെ സ്വന്തം ജീവിതം പോലും പണയം വെച്ച് അതിലേക്ക് ഇറങ്ങാൻ ധീരത കാട്ടിയ മിടുക്കരാണിവർ. ഇവർക്ക് 1000 അഭിനന്ദനങ്ങൾ. വിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.